നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എടി നീലി. അതേസമയം തന്നെയാണ് അകത്തളത്തിൽ നിന്നും ഇന്ദ്രന്റെ ശബ്ദമുയർന്നു. അവന്റെ ആ ഒച്ചയിൽ അവൾ കഴിച്ചുകൊണ്ടിരുന്ന മുന്തിരി ശിരസിൽ കയറി ഒന്ന് ചുമച്ചുപോയി. നീലി. വീണ്ടും അവന്റെ ശബ്ദമുയർന്നു. ദാ വരണു. അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമായിരുന്നു. അവളുടെ ആ ഓട്ടവും വെപ്രാളവും കാണെ ഭൂമി ഉറക്കെ ചിരിച്ചുപോയി. നിന്റെ ചെറിയമ്മക്ക് നിന്റെ ചെറിയച്ഛനെ തീരെ പേടിയില്ലാട്ടോ കുഞ്ഞി. ആളൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുമായി എഴുന്നേറ്റു. ഓ, ഒന്ന് പയ്യെ വിളിച്ചുകൂടാ കോപ്പേ. നിന്റെ ഈ ഒടുക്ക് തമറലിട്ട് അതിവിടെ എത്തുന്നതിന് മുമ്പ് അതിന്റെ കാറ്റ് പോകുമല്ലോ. ഇന്ദ്രന്റെ ശബ്ദം കേൾക്കെ അവന് പുറകെ പടിയിറങ്ങി വന്നുകൊണ്ട് മേഘം പറഞ്ഞു. നീലി. എന്നാൽ അവന്റെ ആ സംസാരത്തെ അവഗണിച്ചുകൊണ്ട് ഇന്ദ്രൻ വീണ്ടും അവന്റെ ശബ്ദം ഉയർത്തി. ഓ, പിടിച്ചതിലും വലുതാണല്ലോടെ അളയിലുണ്ടായിരുന്നത്. അവന്റെ ഈ അലർച്ചകൾക്ക് ചന്ദ്രാസൻ തനിക്കരികിൽ നിന്ന് ടി വി കാണുന്ന രുദ്രനോടായി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മിസ്റ്റർ ശങ്കരൻ എപ്പോഴാ ഏഴത്തിയോട് ഇങ്ങനെ കിടന്ന് അമറിയിട്ടുള്ളത്? വീട്ടിലുള്ള നേരത്രയും ബൊമ്മി ബൊമ്മീന്ന് വിളിച്ച് വെറുപ്പിക്കുന്നല്ലാണ്ട് അങ്ങേരെ ഏഴത്തിയോട് ഇങ്ങനെ കിടന്ന് ചാടിയിട്ടുണ്ടോ? ചാടിയാലാവും വിവരറിയും അതിന്റെ കാര്യം. ചന്ദ്രാസ് അതിന് പുച്ഛിച്ച് വിട്ടു. ആ, അതുള്ളതാ. അവനും അതിനെ അനുകൂലിച്ചു. എന്താ ഇന്ദ്രേട്ടാ? അവൾ അവനടുത്തേക്ക് വന്നിരുന്നോണ്ട് ചോദിച്ചു. നീ എവിടെയായിരുന്നു? തങ്ങൾക്കടുത്ത് നിൽക്കുന്ന മേഘനെ ഒന്ന് പാളി നോക്കിയ ശേഷം തനിക്ക് മുമ്പിൽ നിന്ന് കിതപ്പാറ്റുന്നവളെ നോക്കി അവൻ ചോദിച്ചു. ഓ, അവളങ്ങ് പാടത്ത് ഉഴുതുമറിക്കായിരുന്നു. നീ കണ്ടില്ലേടാ ആ നീന്ന് കിതക്കുന്നു? മേഘനൊരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. ഇന്ദ്രൻ അവനൊന്ന് കണ്ണുരുട്ടി നോക്കി. ആ ഉരുട്ടലും വിരട്ടലൊക്കെ അങ്ങോട്ട് മതി, ഇവിടെ ആർക്കും അതൊന്നും ബാധകമല്ല. ആരോടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് ആരോടുന്നില്ലാതെ പറഞ്ഞു. അത് കേട്ടതും ഇന്ദ്രൻ ദേഷ്യത്തിൽ അവനെന്തോ പറയാനൊരുങ്ങുന്ന കാണെ നീലിടയിൽ കയറി. എന്തിനാ എന്നെ വിളിച്ചേ? ആൾ മേഘന നേർക്ക് ചാടിക്കടിക്കാൻ പാത്രം നിൽക്കുന്നവൻ നോക്കി ചോദിച്ചു. ഭാര്യ ചോദിക്കുന്നത് കേട്ടില്ലേ? ഭർത്താവ് പറ. മേഘന ഒരു കളിയാക്കി ചിരിയോടെ ഇന്ദ്രനെ നോക്കി പറഞ്ഞു. അവനൊന്ന് പല്ലുകടിച്ചു. ഇന്ദ്രേട്ടാ. അവനിൽ നിന്ന് മറുപടി ഏതും വരാതായതും ആൾ വീണ്ടും വിളിച്ചു. തന്റെ മറുപടിക്കായി നിൽക്കുന്നവളെ കാണെ അവളോട് എന്ത് പറയുന്നറിയാതെ ഇന്ദ്രൻ ഒരു നിമിഷം പതറി. സത്യത്തിൽ അവൾ ഇത്ര നേരമായിട്ടും തനിക്കരികിലേക്ക് കാണാതായതുകൊണ്ടാണ് വിളിച്ചത്. അത് ഇവിടെ പറയാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് എന്ത് മറുപടി നൽകുമെന്നറിയാതെ അവൻ അവരിരുവർക്കും മധ്യ അവിടെ നിന്നുരുകി. ആണീ ചോദിച്ചു കേട്ടില്ല ഇന്ദ്രേട്ടാ? മേഘന്റെ ആക്കിക്കൊണ്ടുള്ള സംസാരം കേൾക്കെ ഇന്ദ്രനുള്ളിൽ അവനെ നല്ലോണം ഒന്ന് സ്മരിച്ചു. നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ടോന്നേ, ഞാൻ മുറിയിലുണ്ടാവും. അവൻ അവളോടായി പറഞ്ഞുകൊണ്ട് വേഗം തിരിഞ്ഞടന്നു. അയ്യേ, ഇതിനാണോടെ നാറി നീ ഇവിടെ കിടന്ന് അമറിക്കൂവിയത്? നിന്റെ തൊള്ളവർക്കൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിനക്ക് കക്കൂസി പോകാൻ മുട്ടിയിട്ട് നീ അവളെ കൂട്ടു വിളിച്ചാണെന്ന്. മേഘന ആരോടുന്നില്ല പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീ. അയ്യേ. അവന്റെ ആ സംസാരം കേൾക്കെ നീലി പറഞ്ഞുപോയി. നിന്റെ അച്ഛനാളറിയൂലേ മുട്ടിയിട്ട് നിൽക്കുന്നത്? ഇന്ദ്ര അവൻ പോയ വഴി നോക്കി അമറി. ഇന്ദ്രേട്ടാ. അവളുടെ സ്വരം ദയനീയമായി. പിന്നെ നീ കേട്ടില്ലടി ആ നാറി പറഞ്ഞിട്ട് പോയത്? അവനാളെ നോക്കി പല്ലടിച്ചു. ഞാൻ കേട്ടു. ഇന്ദ്രേട്ട ഇങ്ങ് വന്നേ. ആളവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടുന്ന് മുകളിലേക്കുള്ള പടി കയറി. നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നടാ ഉണ്ണി. നീ എന്തിനാടാ വെറുതെ ആ ചെറുക്കനെ കയറി ചൊറിയാൻ നിൽക്കുന്നേ? ചന്ദ്രാസൻ തനിക്ക് മുന്നിലൂടെ നടന്നിരിക്കുന്നവൻ നോക്കി ചോദിച്ചു. എന്താന്നറിയില്ല, അവന്റെ ആ തിരുമോന്ത കാണുമ്പോ തന്നെ അവനെ രണ്ട് പറയാനാട്ടിന്റെ നാവ് തരിക്കും. അവൻ ഗോവണിയായിരുന്ന ഇന്ദ്രൻ നോക്കി ഒരവലക്ഷണം പിടിച്ച് ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് അവന്റെ വായിൽ നിന്ന് നല്ല അസലൊരു തന്തക്ക് വിളി കിട്ടിയപ്പോ ആ തരിപ്പങ്ക് കിട്ടില്ലേ? ചന്ദ്രാസൻ ചോദിച്ചു. അവനൊരു കള്ളച്ചിരിയോടെ കണ്ണിറുക്കി. അല്ലെങ്കിലും നിന്നെയൊക്കെ ജനിപ്പിച്ചതിന് ആമാരിക്കത് കിട്ടണം. ചത്താ പോലും നീയൊന്നും അതുങ്ങൾക്ക് സ്വസ്ഥ കൊടുക്കില്ലല്ലോടാ ആ സുരന്മാരെ. അയാൾ ചുണ്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇടയ്ക്കിടക്ക് അവരൊക്കെ ഇതുപോലൊന്ന് സ്മരിക്കുന്നത് നല്ലതാണോ ചന്ദ്രാസ? നിങ്ങൾ വിഷമിക്കേണ്ട കാരണവരെ കുറച്ച് കഴിയുമ്പോ നിങ്ങളും മടിയാവില്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങളെയും സ്മരിക്കാൻ ആളുകൾ കാണും. ഏരണം കേട്ടതേ. അവന് ആ പറച്ചിലേൽക്ക് അയാൾ അവന് നേർക്ക് ചാടി. വേണ്ട, ഞാനൊരു നല്ല കാര്യം പറഞ്ഞപ്പോ കിളവനും ചാട. മേഘനൊന്ന് ചുണ്ടി ഒളുക്കി പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീങ്ങി. ആ പോയ സാധനത്തിന് നേരത്തെ ആ ചെറുക്കം വിളിച്ച പേര് തന്നെയാ ചേരുന്നത്, ആറുകോല. അയാൾ അവൻ പോയ വഴി നോക്കി പല്ലിയടിച്ചുകൊണ്ട് രുദ്രനോടായി പറഞ്ഞു. കാര്യം അങ്ങേരൊരു ആകീറിയ കോടാലിയാണേലും ഇപ്പൊ അങ്ങേരാ പറഞ്ഞിട്ട് പോയതിലൊരു കാര്യം ഇല്ലാതില്ല അപ്പൂപ്പൻ താടി. രുദ്രൻ ടി വിയിൽ നിന്ന് കണ്ണുമാറ്റാ പറഞ്ഞു. എഴുന്നേറ്റ് പോടാ ഏപ്പരാച്ചി. അയാൾ പറയുന്നതിനൊപ്പം കയ്യിലെ വടികൊണ്ട് അവന്റെ പുറം നോക്കി ഒന്ന് കൊടുത്തു. എന്തിനാണോ കാർന്നവരെന്നെ തല്ലുന്നേ? അവൻ അടികൊണ്ടിടം പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാളെ നോക്കി ചീറി. ആ പോയവനോ ഇങ്ങനെയായി. അവനെ കണ്ട് നീയും വാപൊളിക്കാൻ നിന്നാലേ നിന്റെ അടപ്പയാൻ തെറിപ്പിക്കും കേട്ടോടാ. അയാൾ അവന് നേർക്ക് ചാടി. ആമേ ഇതെങ്ങോട്ടാ? എന്നാൽ അയാളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് രുദ്രൻ ചന്ദ്രഹാസിന് പുറകിലേക്ക് നോക്കി പറഞ്ഞു. അയാളൊന്ന് പരിങ്ങി.
അയാളുടെ ആ പരിങ്ങിക്കളി കണ്ടതും രുദ്രന്റെ ചുണ്ടുകളൊന്ന് പുച്ഛത്തോടെ കൂടി. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. നീ മോളോട് പറഞ്ഞേക്ക്, ഞാൻ ഉറങ്ങിയെന്ന്. അതുവരെ അവൻ നേരെ ചാടി കടിക്കാൻ പാത്തിരുന്ന ആള് വ്യാസന്റെ കാര്യം പറഞ്ഞു അവിടെ നിന്ന് വലിയെന്ന് കാണെ രുദ്രൻ തന്റെ ചിരി ഒതുക്കിക്കൊണ്ട് അയാളെ നോക്കി. അപ്പൊ താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പണ്ട് കാരണവന്മാര് പറയുന്നത് വെറുതെ അല്ല അല്ലേടാ അപ്പൂപ്പൻ താടി. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ താൻ പറഞ്ഞു വിശ്വസിച്ച് വേഗത്തിൽ തന്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങുന്ന ചന്ദ്രഹാസിനെ നോക്കി രുദ്രനൊരു കളിയാക്കി ചിരിയോടെ ചോദിച്ചതും അയാളുടെ കാലുകൾ ഒരു നിമിഷം അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കിയും തന്നെ നോക്കി കളിയാക്കി ചിരിയോടെ നിൽക്കുന്നവനെ കണ്ട് അയാളൊന്ന് പല്ലിയടിച്ചു. എന്നാലും സ്വന്തം തന്ത എന്നെ ജനിപ്പിച്ച മക്കളെ പേടിച്ച് നടക്കാന്ന് വെച്ചാലേ. അവൻ തന്റെ ചിരി ഒതുക്കിക്കൊണ്ട് താടിക്ക് കൈ എടുത്തുകൊണ്ട് പറഞ്ഞു. അയാൾ അവനെ ഒന്ന് നല്ലോണം സ്മരിച്ചുകൊണ്ട് തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. പൂവർ ഗ്രാൻഡ് ഒരു നിമിഷം കൊണ്ട് പാവത്തിന്റെ ഉയിര് പോയി. അവൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. ദാ കുടിക്ക്. കട്ടിൽ കലി പൂണ്ടിരിക്കുന്നവന് നേരെ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവന് തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങി അവിടെയുള്ള ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി. എന്താ ഇന്ദ്രേട്ടാ? അവന്റെ ആ പ്രവൃത്തി കാണെ അവൾ അവനോട് സൗമ്യമായി ചോദിച്ചു. കുന്തം, നീ ഇത്ര നേരം എവിടെയായിരുന്നു നീ പോത്തെ? അവൻ അവളോട് ചാടിക്കടിച്ചു. ഞാൻ താഴെ ചേച്ചിയുടെ അടുത്തുണ്ടായിരുന്നു. ഇന്ദ്രേട്ടൻ എന്താ പറ്റിയേ? ആളൊരു തഞ്ചത്തിൽ ചോദിച്ചുകൊണ്ട് അവനടുത്തേക്ക് നീങ്ങി നിന്നു. എന്തേ, എനിക്കെന്തെങ്കിലും പറ്റിയാൽ മാത്രം നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുള്ളൂ? അവന്റെ ആ ചാടി കടിക്കുന്ന പോലുള്ള സംസാരം കേൾക്കെ അവൾ ചെറുതായി പരിഭ്രമിക്കാതിരുന്നില്ല. അയ്യോ, എന്തിനെങ്ങനെ ഒച്ച വെക്കുന്നേ? അവൾ ചാരിയിട്ടിരിക്കുന്ന വാതിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് അവനോട് ശബ്ദം കുറച്ച് ചോദിച്ചു. ഓ, ഇപ്പൊ ഞാൻ ഒച്ച വെക്കുന്നതായി കുറ്റം. എപ്പോ പോയതാടി പുള്ളി നീ ഇവിടുന്ന്? അവൻ വീണ്ടും തന്റെ ശബ്ദം ഉയർത്തുന്നതെന്ന് കണ്ടതും അവൾ ചാരിയിട്ടിരുന്ന വാതിലടച്ച് കുറ്റിയിട്ട് അവനടുത്തേക്ക് വന്നു നിന്നു. പിന്നെ വന്നിടം തൊട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാ അത് നടക്കുന്ന കാര്യമാണ് ഇന്ദ്രേട്ടാ. അതും ഇവിടെ ഇത്ര ആളുകളുള്ളപ്പോ. അവൾ അവനോട് താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അവന്റെ മുഖം ഒന്നുകൂടി കുത്തി വീർത്തു. ഭക്ഷണം കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ, പിന്നെ നീ ഇത്ര നേരം അവിടെ എന്ത് നോക്കിയിരിക്കുന്നടി? അവന്റെ ശബ്ദൽപ്പം കരം കുറഞ്ഞു. അത് ഞാനും ചേച്ചിയും കൂടി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അവൾ ആ ഓർമ്മയിൽ ഒരു ചിരിയോടെ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പിന്നീട്ട് കെട്ടിവെച്ചിരിക്കുന്ന തന്നെ മുടി അഴിക്കാൻ തുടങ്ങി. അതിലിത്ര ചിരിക്കാനെന്താ? അവനവളുടെ മുഖത്ത് വിടരുന്ന ചിരിയിലേക്ക് നോക്കി ഒരൽസഭാവത്തിൽ പറഞ്ഞു. അതൊന്നുമില്ല, ഞാൻ ചേച്ചിയോട് എടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കായിരുന്നു. ആൾ മുടി അഴിച്ച് വിടർത്തിയിട്ടുകൊണ്ട് അവനുള്ള മറുപടി നൽകി. ഇങ്ങനെ ചിരി വരാൻ മാത്രം ഇവിടുത്തെ എന്ത് കാര്യം നീ അവളോട് ചോദിച്ചേ? കുറെ നാളുകൾക്ക് ശേഷം കാണുന്ന അവിടെ ആ പാൽപുഞ്ചിരിയിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു. കുറേ കാര്യങ്ങൾ ചോദിച്ചു, ഞങ്ങൾ കുറേ സംസാരിച്ചു. എത്ര നാളുകൾക്ക് ശേഷം ഞാൻ ഇത്ര ഫ്രീ ആയിട്ട് ഒരാളോട് സംസാരിക്കുന്നത് അറിയും ഇന്ദ്രേട്ടന്. അവിടെ ആ കാരാഗ്രഹത്തിൽ കഴിഞ്ഞ് ഒന്ന് മനസ്സൊന്ന് ചിരിക്കാൻ പോലും മറന്നുപോയ പോലെ ആയിരുന്നു. മനുഷ്യനെ ഒന്ന് വാതുറക്കാൻ സമ്മതിക്കുക. അവിടെ തുറന്നാലും അവിടെ ആരോട് സംസാരിക്കാനാ? പിന്നെ വാതുറക്കുന്നതിനെ ഗർജിക്കാനാണെങ്കിലും അവിടെ ആകിനോട് മിണ്ടുന്ന ഇന്ദ്രേട്ടൻ മാത്രമാണ്. ആൾ അതേ ചിരിയോട് അവൻ മുമ്പിൽ നിന്ന് പറഞ്ഞതിന് ശേഷമാണ് താൻ എന്താണ് ഇപ്പോൾ അവനോട് പറഞ്ഞെന്ന ബോധം പെണ്ണിന് വരുന്നത് തന്നെ. ഒരു താളത്തിൽ അറിയാതെ വായിൽ നിന്ന് വീണുപോയ കാര്യമാണ്. ആ തിരിച്ചറിവിൽ അവൾ ഒരു ചളിപ്പോടെ തന്റെ കണ്ണുകൾ നിറുക്കി അടച്ചുറന്നുകൊണ്ട് മുന്നിരിക്കുന്നവനെ തെറ്റിയത് കുട്ടിയുടെ ഭാഗത്തിൽ നിന്ന് നോക്കി. ഗർജനം. അവനൊരു ഭാവവ്യത്യാസം കൂടാതെ തന്നെ മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൾ നോക്കി ചോദിച്ചകൾക്ക് അവൾ അവന് മുമ്പിൽ ചിരിക്കണോ കരയണോ എന്നറിയാത്ത ഭാവേനെ നിന്നുപോയി. അങ്ങനെയല്ല ഇന്ദ്രേട്ടാ? എങ്ങനെയല്ല? അവൻ ചോദിക്കുന്നതിനൊപ്പം തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ ഇടുപ്പിലേക്ക് അയച്ചുറ്റി തന്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി. അവന്റെ ആ ഒറ്റ നീക്കത്തിൽ തന്നെ അവളുടെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് ചാടുന്ന പോലെ മിഴിഞ്ഞുപോയി. നീ കുളക്കടവിൽ വെച്ച് എന്നെ എന്തോ വിളിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു അത്? അവൻ ചോദിക്കുന്നതിനൊപ്പം അവളുടെ വിടർന്നു കിടക്കുന്ന മുടികളെ കൈകൊണ്ട് മാടിയൊതുക്കി. എന്താ വിളിച്ചേ? ആളൊന്ന് വിക്കി. ഇത്ര പെട്ടെന്ന് മറന്നോ? അവനവളെ കുറച്ചുകൂടി തനിക്കരിയിലേക്ക് വലിച്ചേർത്തുകൊണ്ട് ആ ചുണ്ടുകളിലേക്ക് നോക്കി ചോദിച്ചു. അവളൊന്ന് ഉമിനീരിറക്കി പോയി. ഞാൻ ഓർക്കുന്നില്ല ഇന്ദ്രേട്ടാ. ആൾ അവനിൽ നിന്ന് മുഖം തിരിച്ച് തനിക്കുള്ളിലെ പതറൽ മറച്ചുകൊണ്ട് പറയെ അവനിലെ കുസൃതി അധികരിച്ചു. ഓർക്കില്ല? എങ്ങനെ ഓർക്കാനാ? അതങ്ങനെയുള്ളൊരു സമയമായിരുന്നില്ല അല്ലേ? തന്നെ കുറച്ചുകൂടി കയറ്റിയിരുത്തിക്കൊണ്ടുള്ള അവന്റെ ആ പ്രത്യേക ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് അവൾക്ക് തൊണ്ടവരുണ്ട്. ഇന്ദ്രേട്ടൻ ഇതെന്താ ഇങ്ങനെ? ആൾ അവന്റെ പിടിയിൽ നിന്ന് ഞെളിവിരി കൊണ്ട് ചോദിച്ചു. എങ്ങനെ? തനിക്ക് മുഖം തരാതിരിക്കുന്നവരുടെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചുകൊണ്ട് ഒരു നിശ്വാസം പോലെ ചോദിക്കലും അവിടെ കറണ്ട് പോലെ ഒരുമിച്ചായിരുന്നു. കറണ്ട് പോയി ഇന്ദ്രേട്ടാ? ആൾ തനിക്ക് ചുറ്റും പറന്നിരിക്കുന്ന ഇരുട്ടിലെന്തോ പരതുന്ന പോലെ കണ്ണോടിച്ചുകൊണ്ട് അവനോട് കൂടുതൽ ഒട്ടിച്ചേർന്നു. പോട്ടെ. അവന്റെ മുഖം അവളുടെ കഴുത്തിരിക്കൽ വിശ്രമം കൊണ്ടു. അവനെ ആ നീക്കം അറിയാതിരുന്നുകൊണ്ട് തന്നെ അത് അവളിൽ സൃഷ്ടിച്ച നടക്കാൻ ചെറുതായിരുന്നില്ല. ഇതെന്താണ് നങ്ങേലേ, നിനക്കും കുഞ്ഞിപ്പെണ്ണിന് ഒരേ മണം? നേരത്തെയും മണമില്ലായിരുന്നല്ലോ.
ആളുടെ കഴുത്തിരിക്കിലേക്ക് മുഖം തിരികൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ ആളുടെ നട്ടിലൂടെ ഒരു മിന്നൽ പിണർ മുകളിലേക്ക് പാഞ്ഞു കയറുന്നു ആൾ വ്യക്തമായി അറിഞ്ഞു. അത് രാമേശത്തിന്റെയും നാൽപ്പാമരാതിയുടെയാ. എന്റെ സോപ്പ് തീർന്നു. ആളുടെ ശബ്ദമൊന്ന് വിറച്ചു. നന്നായി, അവൻ പറയുന്നതിനൊപ്പം ആളുടെ കഴുത്തിലൂടെ മുഖമുരുട്ടി. ആളുടെ തോളുകളിൽ നിന്ന് മുകളിലേക്ക് നനവുള്ള ആ ചർമ്മം വിറച്ചു. അവന്റെ ആ സ്പർശം അവളെ ഒരേ സമയം ഉണർത്തുകയും തളർത്തുകയും ചെയ്യുന്നതായി മാറി. ആ ഇരുട്ട് മൂടിയ അന്തരീക്ഷത്തിൽ അവരുടെ ശ്വാസതാളങ്ങൾ മാത്രം സംവദിച്ചുകൊണ്ടിരുന്നതും അവളുടെ നെഞ്ചിരിപ്പ് വർദ്ധിച്ചു. കൈകൾ അവന്റെ തോളിൽ നിന്ന് പിൻതലയിലേക്ക് പലായനം ആരംഭിച്ചു. ഇങ്ങനെ പേടിക്കലടി നങ്ങേലി. അവളിലെ മാറ്റങ്ങൾ തൊട്ടറിയുന്നതിനൊപ്പം അവൻ മന്ദമായി ചിരിച്ചു. ഇനി മുതൽ ഇത് മതി, സോപ്പ് വേണ്ട. അവന്റെ ശബ്ദത്തിലെ മാറ്റവും തന്നിലേക്ക് കൂടുതൽ ഒട്ടിച്ചേർന്ന അവന്റെ ശരീരവും അവളിലെ പെണ്ണിനെ അവനോട് കൂടുതൽ അടുപ്പിക്കുന്നവയായി മാറി. ഇന്ദ്രേട്ടാ. അവളുടെ ശബ്ദം നന്നായി പതുങ്ങിപ്പോയി. അത് കേൾക്കെ അവന്റെ ചുണ്ടുകൾ അവളുടെ കാതിനെ മുത്തമിട്ടു. സോപ്പ് മാത്രമാണോ തീർന്നത്? അവൻ അവളോട് രഹസ്യം ചോദിച്ചു. ഇന്ദ്രേട്ടാ. ചിനിങ്ങുന്ന പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകൾ അവന്റെ കഴുത്തിനെ ചുറ്റി വരിയുന്നതിനൊപ്പം മുഖം ആ തോളിലേക്കായി അവൾ പൂഴ്ത്തി വെച്ചു. അവളുടെ ആ പ്രവൃത്തി അവന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിടർത്തുന്നതിനൊപ്പം കൈവിരലുകൾ അവളുടെ ഇടുപ്പിൽ താളം പിടിച്ചു. പോയി മോളെ കൂട്ടിയിടുവാണി നങ്ങേലി, നമുക്ക് കിടക്കാം. അവൻ അവളെ നിറുക്കിക്കൊണ്ട് പറഞ്ഞു. അവളിന്ന് ഇച്ചേച്ചിയുടെ കൂടെയാ. അവളുടെ ചുണ്ടുകളൊന്ന് നാണത്തിൽ മുങ്ങി നിവർന്നു. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ ചോദിക്കുന്നതിനൊപ്പം അവളുടെ മുഖം തന്റെ കഴുത്തിരിക്കിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് അവനത് തന്നിലേക്ക് അടുപ്പിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളെ ചേച്ചി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ചുണ്ടുകൾ അവൻ്റെതുമായി സംവദിച്ചുകൊണ്ടിരുന്നു. ആഹാ, പിന്നെ എങ്ങനെ കാര്യങ്ങള്? അവളുടെ ചുണ്ടുകൾ ഓമനിക്കുന്നതിനിടയിൽ അവനൊന്ന് കുറുകി. ഇവിടെ വേണ്ട ഇന്ദ്രേട്ടാ. അവളുടെ ശ്വാസം കനത്തു. കൈവിരലുകൾ അവൾ പോലും അറിയാത്തവണ്ണം അവനെ തന്നിലേക്ക് കൂടുതൽ വലിച്ചേർത്തു. ഇല്ല, പക്ഷേ ഇന്ന് ഈ എരിവ് മുഴുവൻ എനിക്ക് നിന്നതേ ഇതുപോലെ തൊട്ടറിയണം. ശ്വാസനിശ്വാസങ്ങൾ തമ്മിൽ കലഹിക്കുവോളം ഈ ചുണ്ടുകളുടെ മധുരം നുണയണം. എന്താ അതിന് സമ്മതാണോ എന്റെ തമ്പുരാട്ടിക്കുട്ടിക്ക്? അവളിലൂടെ ആകമാനം വിരലുകൾ പായിച്ചുകൊണ്ടുള്ള അവന്റെ ആ ചോദ്യം അവളുടെ ചുണ്ടുകളെ വെറുപ്പിച്ചു. അവളുടെ നെഞ്ചിൽ ഒളിച്ചു നിന്ന നിശ്വാസം ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവനുള്ള സമ്മതം അറിയിച്ചുകൊണ്ട് ആ ചുണ്ടുകൾ പിളർന്ന് പുറത്തു വന്നു. അവൻ തന്റെ കയ്യിലിരുന്ന് വിറകൊള്ളുന്ന ആ പെൺമേനിയെ കൈകളാൽ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവളിലേക്ക് ചായുമ്പോൾ അവളുടെ നെടുവീർപ്പും അവന്റെ ശ്വാസവും ഒത്തുചേർന്ന ഒരു സംഗീതം തീർത്തു. ആ മാസ്മരിക സംഗീതത്തിന്റെ താളലയങ്ങളിൽ അലിഞ്ഞെന്ന പോലെ അവളുടെ ദേഹം പിടഞ്ഞു. കൈകൾ അവന്റെ പിൻകഴുത്തിലും തോളിലുമായി ചുളിവുകൾ വീഴ്ത്തി. അവന്റെ ലാളനകളെ ഓരോന്നും ഒന്ന് വിടാതെ ഏറ്റുവാങ്ങുന്ന അവളിലെ പെണ്ണിന്റെ ശബ്ദശകലങ്ങൾ അവർക്കിടയിൽ പുതുരാഗങ്ങൾ തീർത്തു. അതിന്റെ മാന്ത്രികതയിൽ സ്വയം നഷ്ടപ്പെട്ടെന്ന പോലെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ഇന്ന് ഈ ഇരവ് മുഴുവൻ എനിക്ക് നിന്നെ തൊട്ടറിയണം. കാതുകളിൽ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന അവന്റെ ആ വിറക്കുന്ന വാക്കുകൾ, അതിന്റെ മധുരം ഒരുപോലെ അവന്റെ പ്രവൃത്തികളിൽ നിറഞ്ഞു നിൽക്കുന്നതായി അവൾ അറിഞ്ഞു. തനിക്കുള്ളിലെ വികാരം ഒരു വിസ്ഫോടനം തീർക്കാൻ ഒരുങ്ങിയ നിമിഷം അവൻ അവളുമായി കട്ടിലേക്ക് മറിഞ്ഞു. അതിന്റെ ആക്കത്തിൽ മുറിഞ്ഞു പോവാൻ ഒരുങ്ങിയ ചുംബന ലഹരിയെ അതിനനുവദിക്കാതെ അവൻ വീണ്ടെടുത്തുകൊണ്ട് അവളിലെ പെണ്ണിനെ തന്റെ കൈവിരലുകളുടെ മാസ്മരികതയിൽ തളച്ചിട്ടു. തൽഫലമായി അവളുടെ മൂളലുകളും ഞരക്കങ്ങളും ഏറി വരുന്നതിനനുസരിച്ച് അവളുടെ മേൽമുണ്ട് അവളിൽ നിന്ന് അടർന്നു മാറി. അവരങ്ങൾ കെട്ടുപിണഞ്ഞുകൊണ്ടുള്ള ഒരു ദീർഘദൂര യാത്രയ്ക്ക് വിരാമം കുറിച്ചുകൊണ്ട് അവൻ അവളുടെ നെഞ്ചിൻ ചൂടിലേക്ക് പതുങ്ങി ചേർന്നു. അവളുടെ കൈകൾ അവന്റെ മുടിക്കുള്ളിലേക്ക് പാഞ്ഞു കയറുന്നതിനൊപ്പം മാറുകൾ കിതച്ചുയർന്നു. നീ ഒരു വിളിയോടെ തന്നെ നെഞ്ചിൻ ചൂടിലേക്ക് ഒതുങ്ങി കൂടുന്നവന്റെ നനവൂർന്ന ചുണ്ടുകളുടെ ചലനമറിയവേ അവളുടെ കൈകൾ അവന്റെ പിൻതലയിൽ മുറുകി. ആ നിമിഷം തന്നെ അവളെ എരിവലിപ്പിച്ചുകൊണ്ടുള്ള അവന്റെ പല്ലുകളുടെ നോവും അവിടേക്ക് പടർന്നിറങ്ങി. ഇന്ദ്രേട്ടാ. അവന്റെ അടുത്ത നീക്കമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ തന്റെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് കിതച്ചതും അവൻ അവൾക്കരികിലായി കമിഴ്ന്ന് കിടന്ന് അവളെ നോക്കിയൊരു കള്ളച്ചിരി ചിരിച്ചു. നാളെ രാവിലെ നമ്മൾ എപ്പോഴാ പോകുന്നേ? അവൾ എന്റെ നെഞ്ചിൻ ചൂടിൽ മയങ്ങിക്കിടക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടിലൊന്ന് മുത്തമിട്ടുകൊണ്ട് തന്റെ വയറിൽ മുഖം പൂഴ്ത്തി വെച്ച് കിടക്കുന്നവനോടായി ചോദിച്ചു. വെളുപ്പിനൊരു 7 മണിക്ക് ഇറങ്ങാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറിനെ മറച്ചു കിടന്നിരുന്ന സാരി പതി അവിടെ നടത്തി മാറ്റി. അയ്യോ, എങ്കിലും നേരത്തെ പറയായിരുന്നില്ലേ നാഥ? അവരോടൊന്നും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചില്ലല്ലോ. അവൾ കുഞ്ഞിന്റെ മുടിയിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവന്റെ മീശരോമങ്ങൾ അവളിൽ കുറുമ്പ് കാട്ടി. നാഥ. ഒരു ശാസനയെന്നോണം അവളുടെ ശബ്ദം അവന്റെ കാതുകളെ തേടിയെത്തി. അവനൊന്ന് മൂളിക്കൊണ്ട് തന്റെ പ്രവൃത്തി തുടർന്നു. വെറുതെ കാട്ടി മോളങ്ങാൻ എഴുന്നേറ്റാലുണ്ടല്ലോ. അവളിൽ ഭീഷണി നിറഞ്ഞു.
ഓരോന്ന് കാട്ടിക്കൂട്ടി മോളുണർത്താതെ നീ അടങ്ങിയിരുന്നാ മതി കുഞ്ഞമ്മണി. അവനവിടെ വയറിലേക്ക് തലയായിച്ച് കമിഴ്ന്ന് കിടന്നുകൊണ്ട് അതിലൂടെ വിരലുകൾ ഓടിച്ചു. ദേ കുഞ്ഞി തമ്പുരാനെ, വേഷം കെട്ടാൻ മര്യാദക്ക് അടങ്ങി നോക്കി കിടക്കാൻ പറ്റി കിടന്നാൽ മതി. ഇല്ലാച്ചാ മണ്ട നോക്കി ഒരു കിഴിക്കാൻ വെച്ചിരും, പറഞ്ഞേക്കാം. ആൾ കുഞ്ഞു കേൾക്കാതിരിക്കാൻ ആളുടെ കാതുകൾ മറച്ചു പിടിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവനൊരു കള്ളച്ചിരിയോടെ അവിടെ തന്റെ പല്ലുകൾ ആഴ്ത്തിയിരുന്നു. അവന്റെ ആ പ്രവൃത്തിയിലൊന്ന് കിലുങ്ങി വരച്ചെങ്കിലും അടുത്ത നിമിഷം അവളുടെ കാലുകൾ അവനെ തന്റെ ദേഹത്തു നിന്ന് തൊഴിച്ച് താഴേക്ക് പറപ്പിച്ചിരുന്നു. അമ്മച്ചി! താഴെ വീണവൻ നടുവിന് കൈ കൊടുത്ത് എഴുന്നേറ്റുകൊണ്ട് അവളെ ചെറഞ്ഞു നോക്കി. എന്ത് തേങ്ങ! അവൻ ദേഷ്യത്തിൽ എന്തോ പറയാൻ വന്നതും അവൾ അവന് ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞുകൊണ്ട് തന്നെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ണു കാണിച്ചു. അത് കാണെ അവനൊന്ന് ചുണ്ടി വിളിക്കൊണ്ട് അവിടെ അരികു പറ്റി കിടന്നു. നീ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഭാര്യയെ എന്നെ ഇങ്ങനെ ചവിട്ടുന്നേ. ആൾക്കരികിലേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് അവൻ പരാതി പറഞ്ഞു. 3. ആളൊരു ചിരിയോടെ അവനെ തിരുത്തി. 3എങ്കിൽ 3. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചു. ഇത്രയൊക്കെ എന്നെ നീ ഉപദ്രവിച്ചിട്ടും ഇന്നേ വരെ നിന്നെ ഞാനൊന്ന് നുള്ളി നോവിച്ചിട്ടുണ്ടോടി? അവന്റെ ആ വർത്തമാനം കേൾക്കെ ആളവനെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി. ഇടക്കൊക്കെ ഇതുപോലെ ഒരു കടി തരും, അത് പിന്നെ എനിക്ക് നിന്നുള്ള സ്നേഹം കൊണ്ടല്ലടി ഭൂമി. അവൻ അവളിലേക്ക് കുറച്ചുകൂടി ഒട്ടിക്കിടന്നുകൊണ്ട് പരിഭവം പറഞ്ഞതും അവളുടെ ചുണ്ടുകളൊന്ന് വിടരാൻ വെമ്പി. അങ്ങനെയെങ്കിൽ ചവിട്ടും ആ സ്നേഹപ്രദത്തിൽ ഉൾപ്പെടുന്നതല്ലേ എന്റെ ഉണ്ണിത്തമ്പുരാനെ? അവൾ അവനെ മൂക്കിലൊന്ന് വലിച്ചു വിട്ടുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. അവന്റെ ചുണ്ടുകളൊന്ന് കൂർത്തു. എന്റെ ഉണ്ണിത്തമ്പുരാന്റെ സ്നേഹപ്രകടനങ്ങൾ ഓരോന്നും താങ്ങാൻ കഴിയാത്ത വിധം ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകി വരുമ്പോഴല്ലേ ഞാൻ ഇതുപോലൊക്കെ അങ്ങ് തിരിച്ച് സ്നേഹിക്കുന്നേ? അവളും അതേ നാണയത്തിൽ അവനിട്ട് തിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ കണ്ണുകളൊന്ന് കുറുകി. നീ സ്നേഹമില്ലാത്തവളാണ് ഈ യക്ഷി. അവനാളോ ഈ കണ്ണു ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ആ ചെറഞ്ഞുള്ള നോട്ടത്തിലും ഭാവത്തിലും അവൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. അവളുടെ ആ ചിരിയുടെ ശബ്ദം കേട്ടിട്ടോ അതോ താൻ ഇത്രയേറെ ശാന്തമായി ഉറങ്ങിയിരുന്ന പ്രതലമൊന്ന് ഇളകിയത് അറിഞ്ഞിട്ടോ എന്നറിയില്ല. അവളുടെ മാറോട് ചേർന്ന് ഉറങ്ങിയിരുന്ന കുഞ്ഞിപ്പെണ്ണൊന്ന് ചിണുങ്ങി. അത് കേൾക്കി അവളുടെ ചിരി സ്വിച്ചിട്ടതുപോലെ നിന്നുപോയി. ഓ ഒന്നുമില്ലട കണ്ണ, വാങ്ങിക്കട്ടോ. ഓ ആൾ കുഞ്ഞിനെ തട്ടിക്കൊടുത്തുകൊണ്ട് പാടി. അവളുടെ പെട്ടെന്നുള്ള ആ ഭാവമാറ്റം ആസ്വദിച്ചുകൊണ്ട് അവന്റെ കണ്ണുകൾ അവരിരുവരെയും വലം വെച്ച് അവളുടെ നെഞ്ചിൻ ചൂടിൽ ചാഞ്ഞുറങ്ങുന്ന കുഞ്ഞും കുഞ്ഞിന്റെ മുഖത്തെ ശാന്തതയുമെല്ലാം അവന്റെ കണ്ണുകൾക്ക് കുളിരുള്ള കാഴ്ചകളായി മാറി. നിമിഷങ്ങൾ ഓരോന്ന് മാറി മറിയും തോറും തന്റെ കൺപോളകൾക്ക് ഭാരം കൈവരിക്കുന്ന അറിഞ്ഞു തുടങ്ങിയതും അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. കുറുമ്പുകൾ ഏതും കാട്ടാതെ തന്റെ കഴുത്തിരിക്കിലേക്ക് മുഖം പൊഴുത്തി വെച്ച് ഉറങ്ങുന്നവനെ കാണെ അവളൊരു ചിരിയോടെ അവന് നെറുകയിൽ ചുംബനം അർപ്പിച്ചു. വന്ന് ഇപ്പൊ എല്ലാ ദിവസവും എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൂട്ടാതെ ഉറങ്ങാൻ പറ്റില്ലെന്നായിട്ട് എന്റെ കുഞ്ഞിത്തമ്പുരാന്. ആൾ പറയുന്നതിനൊപ്പം ഒരു കൈ കൊണ്ട് അവന്റെ മുടിയിലൂടെ വിരൽ പായിച്ചു. ഇനി മുന്നോട്ട് കുഞ്ഞിത്തമ്പുരാന്റെ പോക്ക് ഇങ്ങനെയാണ് വെച്ചാലേ അധികം വൈകാതെ നിങ്ങളുടെ നടപടിയെന്ന് എനിക്ക് തോന്നണേ ചൊറിയൻ ചേനെ. ആളൊരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.